ഹലോ എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പ വറ്റൽ വേവിച്ചതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ കപ്പ വറ്റൽ വേവിച്ചത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കപ്പ വറ്റൽ വേവിച്ചത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ വറ്റൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ വറ്റൽ. ഇത് നമ്മൾ അരിഞ്ഞ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വാട്ടിയെടുത്തതിന് ശേഷം ആ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് വെക്കുന്നതാണ് ഈ വറ്റൽ. നമുക്ക് ഇങ്ങനെ അല്ലാതെ നമുക്ക് കപ്പ ഉണക്കി സൂക്ഷിക്കാനായിട്ട് പറ്റും. കപ്പ അരിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ വാട്ടിയൊന്നും എടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ വെയിലത്തിട്ടിട്ട് അങ്ങനെ ഉണക്കിയെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂപ്പലൊന്നും കയറാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. ഒരു കേടും ഉണ്ടാവില്ല. ഇത് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനായിട്ടും നല്ലതാണ്. ഇപ്പൊ ചിപ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1-2 മണിക്കൂർ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് ഇതൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിത് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ കപ്പ വറ്റൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളൊരു 4-5 മണിക്കൂർ നിറയെ വെള്ളം ഒഴിച്ചു കുതിർത്ത് വെച്ചതിന് ശേഷം വേണം അത് വേവിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ചിപ്സ് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ അങ്ങനെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒന്ന് തളിച്ചിട്ട് ഒരു 1-2 മണിക്കൂർ ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പം ഇടയ്ക്ക് അത് ഡ്രൈ ആവുമ്പം ഇടയ്ക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം, അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഇത് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ കപ്പ വറ്റൽ വേവിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാം. അപ്പൊ ഇതാ നമ്മളുടെ കപ്പയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു 5 മണിക്കൂർ നന്നായിട്ട് ഞാൻ കുതിർത്തെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്നത് മാതിരി നിറയെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പൊ കഴുകി ഞാൻ നിറയെ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേവിച്ചതിന് ശേഷം നന്നായിട്ട് വെന്തതിന് ശേഷം ഈ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കപ്പ വേവിക്കുന്ന അതേമാതിരി തന്നെ. അപ്പൊ നമുക്കിത് ആദ്യം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണ്ട. ഇത് ഓൾമോസ്റ്റ് വെന്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കപ്പ വേവാനായിട്ട് കൂടുതൽ സമയം എടുക്കും. ഇതിപ്പം നമ്മൾ ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചത് കൊണ്ട് ഒരുപാട് സമയം എടുക്കത്തില്ല. ഒരുപാട് സമയം എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷെ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കണ്ട. ഉപ്പ് നമുക്കിത് ഓൾമോസ്റ്റ് വെന്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഇതിനെ ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ കപ്പയൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഈ കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എത്ര ഉപ്പ് വേണോ അതിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം. ഇപ്പൊ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഇതാ ഞാൻ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് നല്ല പച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങ അരച്ചിട്ടൊന്നുമല്ല ചേർക്കുന്നത്, ഇതേപോലെ പച്ച തേങ്ങയായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ആ തേങ്ങ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ ഉള്ളി മുളക് ഒന്നും ചേർക്കുന്നില്ല. ഇതേപോലെ നമ്മൾ പച്ച തേങ്ങ ചേർത്തിട്ട് ആ ചൂടോട് കൂടിയിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പൊ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് നമുക്ക് ആകെ കപ്പ വേവിച്ചതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ല പച്ച തേങ്ങയും നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് കറി ഒന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ് ഇതിന്. ഇതിലേക്ക് നമ്മൾ കടുക് താളിക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വൈകിട്ട് ചായയുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം എരിവൊന്നും ചേർക്കുന്നതല്ലോ. അപ്പൊ അത് കാരണം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പം കറി കൂട്ടിയിട്ട് കഴിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മീൻ കറി കൂട്ടിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മീൻ ഫ്രൈ കൂട്ടിയിട്ട് കഴിക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി മുളക്
ചതച്ചിട്ടുള്ള ചമ്മന്തിയില്ലേ, ഉള്ളി മുളക് ചതച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുള്ള ചമ്മന്തി, അത് കൂട്ടിയിട്ട് കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഒരു കറികളും ഇല്ലാതെ ഇത് മാത്രം കഴിക്കാനായിട്ടും സൂപ്പർ ടേസ്റ്റ് ആണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു വൈകിട്ട് ചായയുടെ ഒക്കെ കൂട്ടത്തിൽ. ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനിപ്പം ഇന്ന് ഇതിന്റെ കൂട്ടത്തിൽ ഉള്ളി മുളക് ചതച്ചിട്ടുള്ള ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ പച്ച കുരുമുളക് അരച്ചിട്ടുള്ള മത്തി ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പച്ച കുരുമുളക് അരച്ചിട്ടുള്ള മത്തി ഫ്രൈന്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരിത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല, ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ് കറിവേപ്പില. അപ്പൊ ഞാൻ മത്തി ഫ്രൈ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ മത്തി ഫ്രൈന്റെ കൂട്ടത്തിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഈ കപ്പ വറ്റൽ വേവിച്ചതും മത്തി ഫ്രൈയും കൂടെ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ ഞാൻ ഉള്ളി മുളക് ചതച്ചിട്ടുള്ള ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിൽ കഴിക്കാം. മീൻകറിയോ മീൻ ഫ്രൈയോ കൂട്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിലും ട്രൈ ചെയ്യാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.